Punarjani Super Speciality Hospital, Perukada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. Punarjani Super Speciality Hospital, AKG Nagar Road, Perukada, Trivandrum. നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീ സൗഖ്യം 40 വയസ്സിന് ശേഷം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടർ സ്വീറ്റിക്ക് ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ, പൊതുവെ സ്ത്രീകൾ അവരുടെ ആരോഗ്യം അത്ര ശ്രദ്ധിക്കാറില്ല എന്നാണ് പറയുന്നത്. ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അച്ഛനമ്മമാരുടെ എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിച്ചാലും സ്വന്തം ആരോഗ്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. അവരോട് എന്താണ് പറയാനുള്ളത് ഡോക്ടർ? അവരോട് ആദ്യം പറയാനുള്ളത് ലൈഫ് ബിഗിൻസ് അറ്റ് 40 എന്നാണ് ഇപ്പോഴത്തെ ഒരു മോട്ടോ. അത് ആണിനായാലും പെണ്ണിനായാലും. സോ അതാദ്യം ആലോചിക്കണം. പലരുടെയും അതായത് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ 40 വയസ്സിൽ നിൽക്കുന്നവരുടെയോ ഒക്കെ ധാരണ ലൈഫ് എൻഡ്സ് അറ്റ് 40 എന്നാണ്. ഓക്കെ, സോ ആ ഒരു ചിന്തയാണ് ഫസ്റ്റ് മാറേണ്ടത്. ദറ്റ് അവയർനെസ് വേണം. അതെന്ന് വെച്ചാൽ അവർക്കൊരു ഈ 40s എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരിയഡാണ്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പല മാറ്റങ്ങൾ എങ്ങനെ ഒരു പെൺകുട്ടിയിൽ 14 വയസ്സിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു സ്ത്രീ ആകുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണായി മാറുന്നത് ചിലപ്പോൾ അപ്പോഴാണ്. അത് നമ്മള് ഭയങ്കര സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ പെണ്ണെന്നുള്ളത് അങ്ങ് തനിക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ഒരു വ്യാകുലത വരുന്നതും ഈ 40s ആണ്. സോ അപ്പൊ ആ ഒരു സംഗതി തന്നെയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് വരേണ്ടത്. കാരണം ആ 40 കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം മെനോപോസ്, അതായത് ആർത്തവ വിരാമം, ഈ നമ്മുടെ മാസക്കുളി നിന്ന് പോകുന്ന ഒരവസ്ഥ. അപ്പൊ അതിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് സ്ത്രീ ഹോർമോണുകൾ, അതായത് അതാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ അവരുടെ ആ ഹോർമോൺ കൊണ്ടാണ് അവർക്ക് പല അസുഖങ്ങളും ആണുങ്ങൾക്കൊപ്പം വരാതിരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ കൂടുക, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോൺ ഒരുപാട് സംരക്ഷിക്കും. ഇറ്റ്സ് എ പ്രൊട്ടക്ടർ ആണ്. അപ്പൊ അത് ഏകദേശം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് 40കൾക്ക് ശേഷം. മിക്കവാറും ഒരു നോർമൽ മെനോപോസ് എന്നൊക്കെ പറയുന്നത് ഒരു 45-നുള്ളിൽ, 45-ന് ചുറ്റിയായിരിക്കും. ചിലപ്പോൾ ചില ഫാമിലി ബേസ്ഡ് ആണ്. അത് നമ്മുടെ ഹെറിഡിറ്റിയുടെ അമ്മ വഴി വരുന്നതാ. എക്സ് ക്രോമോസോം നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ചായിരിക്കും അത് വരുന്നത്. സോ അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അമ്മയുടെ ഫാമിലിയില് ആ ഇതില് ചിലപ്പോൾ 40 ഏർലി ആയിട്ട് മെനോപോസ് ഉള്ളവരും, ചിലർക്ക് 50 വയസ്സ് വരെ. സോ അതൊരു റേഞ്ചാണ്. പക്ഷെ ഒരു 45-ന് ശേഷം പിന്നെയും ആകാതെ ബ്ലീഡിങ്ങും സംഗതികളും ആണെങ്കിൽ ചിലർ വിചാരിക്കുന്നത് അത് നിൽക്കാൻ വേണ്ടിയാണ്, ഒരു പ്രശ്നവും ഇല്ല. പലരുടെയും ഒരു മിഥ്യധാരണയുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് ഈ പീരിയഡ് കൂടുതൽ ആവുന്നതും മാസത്തിൽ 2 വട്ടം ആവുന്നതും ഒരുപാട് ബ്ലീഡിങ് ആവുന്നതും നിൽക്കാനാണെന്ന് ഇവര് ഡോക്ടറെ കാണാൻ പോവുകയില്ല. പൊതുവേ ഒരു ധാരണയുണ്ട്. ഒരുപാട് പോയിട്ടാണ് നിൽക്കുന്നത്. അത് ശരിക്കും ഒട്ടുമേ ശരിയല്ലാത്തൊരു കാര്യം. അത് വെറുതെ ഉള്ള ഒരു ധാരണയാണ്. നോർമലായിട്ട് നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ പീരിയഡ്സിന്റെയും അളവ് കുറഞ്ഞു വരും. ദിവസങ്ങൾ കുറഞ്ഞു വരും. ആർത്തവത്തിന് അല്ല, അതിന്റെ 5 ദിവസം ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് അത് 4, 3, 2 പിന്നെ അങ്ങനെയാണ് ആവുന്നത്. ബ്ലീഡിംഗ് കൂടിയിട്ടല്ല ഒരിക്കലും നിൽക്കുന്നത്. കൂടിയാൽ ഗർഭപാത്രത്തിനോ അണ്ടാശയത്തിനോ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പം ഈ നടക്കേണ്ടത് നടക്കുകയും വേണം. പക്ഷെ ആ മെനോപോസ് അത് കറക്റ്റ് സമയത്ത് നടക്കണം. നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ വൈദ്യസഹായം തീർച്ചയായിട്ടും നേടുന്ന വെച്ചാൽ കാര്യം വെച്ചാൽ ആ സമയത്ത് ഈ സ്ത്രീ ആരോഗ്യം, അതായത് ഈ ഗർഭപാത്രത്തിന് പലതരം പ്രശ്നങ്ങൾ വരാൻ പറ്റുന്ന ഒരു സമയമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ആദ്യം എല്ലാവർക്കും കാണുന്ന ഒരു സംഭവം ഒരു 42-43 വയസ്സാകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് അങ്ങോട്ട് തുടങ്ങും. ചിലർക്ക് നേരത്തെ
30s അവസാനങ്ങളിൽ തുടങ്ങും. അപ്പോൾ അത് മെയിൻ ആയിട്ടും പല കണ്ടീഷൻസിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ടുണ്ട്. അതെന്തായിരിക്കും കാരണം? കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാ വെച്ചാൽ പൊല്യൂഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ആണോ ഇപ്പോഴത്തെ സ്ത്രീകള്? ഇല്ല, വ്യായാമം എന്നുള്ളതൊന്നും ഇല്ല ഇപ്പം. ശരിക്കും അതിനു വേണ്ടി ഇപ്പോ ജിമ്മിലോ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിലോ പോയി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പണ്ട് അങ്ങനെയല്ല, എല്ലാരും ഭക്ഷണം ഒരു മിത ഭക്ഷണം എന്ന് വെച്ചാൽ ഒരുപാട് നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്ത, എസ്പെഷ്യലി റെഡ് മീറ്റ് എന്ന് പറയുന്ന സംഗതി, ഈ എന്താ പറയാ ബീഫ് പോലെയുള്ള സംഗതികൾ സ്ത്രീകളൊന്നും അന്നത്തെ കാലത്തൊന്നും കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ വെജിറ്റേറിയൻ ഏകദേശം മാക്സിമം എനിക്ക് തോന്നുന്നത് നമ്മള് കേരളീയര് മീനൊക്കെ അല്ലേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അത് വളരെ ഗുഡ് ഫുഡിലേക്ക് നമ്മൾ വെക്കാവുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് സ്ത്രീകളാണെന്ന് തോന്നുന്നു എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കാനുള്ള. സോ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു കൾച്ചറിനെ അഫക്ട് ചെയ്യും പോലെ തന്നെ ദേഹത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? കോഴിക്കോട് നിന്ന് ആരാണ്? സിന്ധു ഡോക്ടറോട് ചോദിച്ചോളൂ. സിന്ധു പറഞ്ഞോ. എനിക്ക് 43 വയസ്സായി. അപ്പം കണ്ണിന്റെ ചുറ്റും കറുപ്പ് നിറയാനേ. അത് ശരിക്കും എല്ലാവർക്കും ഉള്ളത്. അത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണത്. കഴുത്തിനും ചുറ്റും ഇങ്ങനെ കുറച്ച് കറുപ്പുണ്ട്. അപ്പൊ അതിനെന്താ? അത് ഹോർമോണിന്റെ എന്തെങ്കിലും ഒരു ചേഞ്ച് കാണും സിന്ധു. അതൊന്ന് നോക്കണം കേട്ടോ. ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഹോർമോൺസ് ഒക്കെ നോർമൽ. ഇത് മാസക്കുള്ളിൽ നിന്നായിരുന്നോ? പീരിയഡ്സ് നിന്നോ? ഇല്ല. അപ്പം ഹോർമോണിന് എന്തോ ഒരു ഹോർമോണിന്റെ ഇച്ചിരി കൂടുതൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഹോർമോൺസ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. അല്ല, ആദ്യം ഹോർമോണിന് പ്രശ്നം ഉണ്ടോ നോക്കുക കേട്ടോ. അതായിരിക്കും ഈ സ്കിന്നിലായിരിക്കും നമുക്ക് ആദ്യം കാണുന്നത് ഹോർമോൺ പ്രശ്നങ്ങൾ. കഴുത്തിന് ചുറ്റും കറുപ്പ്, കണ്ണിന്റെ അടിയിൽ കറുപ്പ്, അങ്ങനെയായിരിക്കും അത് തുടങ്ങുന്നത് കേട്ടോ. അതെ, സ്ത്രീ ഹോർമോണുകളുടെ കുറവ് വന്നാലും അങ്ങനെ വരാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ ത്വക്കിന് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ എന്തായാലും അത് ടെസ്റ്റ് ചെയ്തോ. ഈ കറുപ്പും ഒക്കെ കൊണ്ട് നടക്കണ്ട. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സിന്ധു. അതുപോലെ ഇതിപ്പോ ചോദിച്ചില്ല, ഇത് വളരെ എല്ലാവരുടെയും ഒരു വലിയ വിഷമമായിട്ട് സ്ത്രീകൾ വന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ അവര് മനസ്സിലാക്കുന്ന അത് സ്കിന്നിന്റെ പ്രോബ്ലം ആയിരിക്കും. എപ്പോഴും എല്ലാവരും കഴുത്തിന് ചുറ്റും എനിക്ക് ഭയങ്കര കറുപ്പുണ്ട്. അത് ബേസിക്കലി ഹോർമോണൽ ഇംബാലൻസ്. മുഖത്ത് പിഗ്മെന്റേഷനും വരും. അതിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ഫസ്റ്റ് വന്നിട്ട് ഈ കണ്ണിന്റെ അടിയിൽ. അത് ഏറ്റവും സോഫ്റ്റ് സ്കിന്നാണ്. ഹോർമോൺസ് പെട്ടെന്ന് അഫക്ട് ചെയ്യാൻ പറ്റും. സോ നാച്ചുറലി അതിന് അതിന്റേതായ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഫേസിൽ വരുമ്പോഴാണ് ഒരു സൗന്ദര്യ പ്രശ്നമാകുമ്പോഴേ സ്ത്രീകൾക്ക് അതൊരു പ്രശ്നമായി മാറി. ഇപ്പം പീരിയഡ്സ് എത്ര വേണമെങ്കിലും കൂടുതൽ നിൽക്കുക, അവരത് ഉപേക്ഷിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണും. ചിലപ്പോൾ ഇതിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് ന്യൂട്രീഷന്റെ കുറവ്. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ വന്നത്. അതായത് ഈ മെനോപോസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക്. അത് പലർക്കും അതിന്റെ അവയർനെസ് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഞാനിപ്പോ സ്ഥിരമായിട്ട് മെനോപോസൽ ക്ലിനിക്കിൽ തന്നെ ഒരെണ്ണം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എവറി സൺഡേസ്. അപ്പം എല്ലാവരും ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും, അവർക്ക് വരാൻ എളുപ്പമുള്ളതുകൊണ്ട് സൺഡേ മെനോപോസൽ ക്ലിനിക്ക് വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വെച്ചാൽ നമുക്ക് അതിന് കുറച്ച് കൗൺസിലിംഗ്, അവരോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കതൊരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. വെച്ചാൽ ഈ ഒന്നാമത്തെ കാര്യം മാനസികമായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക. പ്രീ മെനോപോസൽ, അതായത് മെനോപോസ് ആകണതിന് മുമ്പേ തന്നെ നമ്മൾ അതിന് തയ്യാറെടുത്തിട്ട് ഇങ്ങനെയൊക്കെ വരും. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും വരാൻ പോണില്ല എന്നുള്ള മനസ്സിന്റെ ധൈര്യം ആദ്യം വേണ്ടത്. ആ ഒരു ഇത് വന്നതിന് പിന്നെ ആ ഒരു അവയർനെസ്, ഞാൻ ഇന്ന കാര്യങ്ങൾ നോക്കുകയും ഇന്നത് ചെയ്താൽ എനിക്ക് ഇതിൽ പ്രശ്നമില്ല, ക്ഷീണമോ അല്ലെങ്കിൽ എനർജിയുടെ കുറവോ, എനിക്ക് ജോലി ചെയ്യുമ്പോൾ പ്രശ്നം. ഇപ്പൊ മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരില്ല. അപ്പം ജോലി ചെയ്യാനുള്ള പ്രശ്നമോ ഒന്നും വരാതെ എനിക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ നമുക്ക് ഉള്ള ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് ആണ് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഹോർമോൺ തെറാപ്പി ഇല്ലാതെ തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വളരെ നേരത്തെ തുടങ്ങാൻ പറ്റുമെങ്കിൽ, അത് മരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് എ ഫുഡ് സപ്ലിമെന്റ്. പലരും എന്റെ അടുത്ത് ഈ മരുന്ന് എന്നും കഴിക്കണം ഡോക്ടർ. ഞാൻ ഇത് മരുന്നെന്ന് പറയണ്ട, അതിൽ എഴുതിയിരിക്കണ വായിച്ചോളൂ, ന്യൂട്രീഷണൽ സപ്ലിമെന്റ് എന്നതിലുണ്ട്. സോ അത് നമുക്കിപ്പം നമ്മളുടെ ഈ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് അതെല്ലാം കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. ഇപ്പൊ സിങ്ക് അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യം. ഇപ്പൊ ഇതെല്ലാം കൂടി കഴിക്കണമെങ്കിൽ ഒരാള് എന്തൊക്കെ ഫുഡിൽ ചേർക്കണം എന്നറിയാം. സോ അത് നടക്കത്തില്ല. സോ നമ്മളിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ ഹെൽത്തി ഡയറ്റ് കഴിക്കുക.
അരി ആഹാരം ഒരു നേരത്തേക്ക് ആക്കുക, ഉച്ചക്കലത്തേക്ക് വല്ലാണ്ട് വണ്ണം വെക്കാണ്ടിരിക്കുക. സോ അതൊക്കെ ഈ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കൂടാനുള്ള ഒരു അവസ്ഥയായിട്ട് മാറും. അപ്പൊ 40s ശേഷം കുറച്ചധികം ശ്രദ്ധിക്കുക വെച്ചാൽ വണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. വെച്ചാൽ അതാ ഞാൻ പറഞ്ഞ സ്ത്രീ ഹോർമോണുകളുടെ പ്രൊട്ടക്ഷൻ കുറഞ്ഞു വരികയാണ്. സോ നാച്ചുറലി വണ്ണം കൂടുകയെന്നുള്ളത് അപ്പം വലുതായിട്ട് കഴിച്ചില്ലെങ്കിൽ ഫാറ്റ് അടിയാനുള്ള സാധ്യത ആഫ്റ്റർ 40 കൂടുതലാണ്. അപ്പൊ എല്ലാവരുടെയും ഒരു വിഷമാണത്. അപ്പൊ നമ്മൾ നേരത്തെ കഴിച്ചിരുന്നതിനെക്കാട്ടിലും അരി ഭക്ഷണം കുറയ്ക്കണം. ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ആക്കുക. നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച്, മലയാളികളുടെ കൾച്ചർ അനുസരിച്ചിട്ട്. പിന്നെ മോർണിംഗ് ആൻഡ് നൈറ്റിൽ കഴിവതും ടിഫിൻ എന്തെങ്കിലും അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ടിറ്റ്ബിറ്റ്സ് എന്ന് വെച്ചാൽ കഴിക്കാതെ ഒരിക്കലും കിടക്കരുത്. എന്ന് വെച്ചാൽ കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഗോതമ്പ് വേണമെന്നില്ല. ഇപ്പൊ എന്തായാലും അതിന്റെ ഒരു ലിമിറ്റില് ഒരു 2 or 3 നമ്പർ നമ്മുടെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കണമെങ്കിലും നൈറ്റിലാണെങ്കിലും. അതേപോലെ ഓട്സ് കുടിക്കാം, ഒരുപാട് മധുരം, ഒരു വലിയ കട്ടിയുള്ള പാല്. സോ ഇത് അങ്ങനെ ഒരു ആഹാരക്രമം വെക്കുക. മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം, ശീലിക്കേണ്ടത് ഒരു 1/2 മണിക്കൂറെങ്കിലും നടക്കുവോ, അല്ലെങ്കിൽ വീട്ടിൽ ട്രെഡ്മില്ലുണ്ടെങ്കിൽ ഒരുപാടൊന്നും വേണ്ട, ആഴ്ചയിൽ 5 ദിവസം മതി. ഒരു മേ ബി 20 minutes. ഒരുപാട് ചെയ്താൽ പിന്നെ ആ സമയത്ത് വെയിറ്റ് കൂടിയവർക്ക് കാലിൽ വേദനയൊക്കെ വരും. ചിലർ ആവേശം മൂത്തിങ്ങനെ 1 മണിക്കൂറൊക്കെ ചെയ്തിട്ട് 4 ദിവസം കഴിയുമ്പോൾ അയ്യോ ഡോക്ടറെ കാലോട്ടും വയ്യാന്ന് പറയും. അതാ ഞാൻ പറഞ്ഞത്, യു നീഡ് എ പ്രോപ്പർ ഗൈഡൻസ്. അതായത് ഒരു ഡോക്ടർക്ക് അത് കൊടുക്കാൻ പറ്റും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് കാലിക്കറ്റുന്നാണ്. കാലിക്കട്ട് നിന്ന് ആരാണ്? സ്മിതയാണ്. എന്താ? സ്മിത. സ്മിത ചോദിച്ചോളൂ. പറയൂ സ്മിത. ഹലോ ഡോക്ടർ, എനിക്ക് 34 ഏജ് ആയി. 34. ഇപ്പൊ എനിക്ക് മെൻസസ് ആയാല് കുറച്ച് ഡിലേ വരുന്നു. ബ്ലീഡിങ്ങിന് ഒരു സ്പോട്ട് പോലെ കാണും. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് പോലെ സാധാരണ പോലെ ബ്ലീഡിങ് വരുന്നുണ്ട്. ഓ ശരി. പെയിൻ വലുതായിട്ടൊന്നുമില്ലല്ലോ, വലിയ പെയിൻ ഇല്ലല്ലോ? ഇല്ല, കൂടുതലും കുറവൊന്നും ബ്ലീഡിങ്ങിന് അങ്ങനെ കൂടുതലും കുറവൊന്നുമില്ല. പെയിനും ഇല്ല? പെയിനൊന്നുമില്ല. ഈ ഡിലേ വരുന്നു സ്പോട്ട് പോലെ. നമ്മളിപ്പോ ഒരു 5-ാം തീയതിയാണ്, 5-ാം തീയതി മെൻസസ് ആവും. പിന്നെ അതിന് ശരിക്കും നമുക്ക് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ചിലപ്പോ ഒരു 8 ആയിട്ടായിരിക്കും. ഓ അത് ശരി. സ്പോട്ടിങ് വന്നിട്ടാണ് പിന്നെ പീരിയഡ്സ് ഉണ്ടാവുക. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും നമുക്ക് ആയാലും കണ്ടിന്യൂസ് ആയിട്ട് അത് വരുന്നത്. ഹോർമോൺ വല്ലതും ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണം കേട്ടോ. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ച്, സ്ത്രീകള് എല്ലാവരുടെ കാര്യം നോക്കും, വീട്ടുകാരുടെ മുഴുവൻ കാര്യം, അവരുടെ കാര്യം ഉപേക്ഷിക്കാൻ ചെയ്യരുത് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു 10 ദിവസമൊക്കെ മാറിയിട്ടാണ് ഡേറ്റ് വരുന്നത്. വരികയാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കണ്ട. ഹോർമോൺ എന്തായാലും ടെസ്റ്റ് ചെയ്യുക. നല്ലൊരു ഡോക്ടറെ കാണുക, അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് തരും. പിന്നെ ഡോക്ടർ ആ സമയത്ത് തന്നെ ലെഫ്റ്റ് ബ്രസ്റ്റിന് ഇങ്ങനെ വേദന വരും എനിക്ക്. അതെ, ഹോർമോണൽ ചേഞ്ച് ആണ്. അതെ, ഹോർമോണിന്റെ എന്തായാലും. പക്ഷെ ബ്രസ്റ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് മാമോഗ്രാം ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കാം. അത് ഏറ്റവും നല്ലത്. ശരി. അവയർനെസ് ഉണ്ട്. മാമോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വർഷമായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ഹോർമോണിന്റെ പ്രശ്നമായിട്ട് കരുതിയാൽ മതി. കുഴപ്പമില്ല. ഹോർമോൺസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. നല്ലൊരു ഡോക്ടറെ കാണുക. ഇതില് കൂടുതൽ അറിവുള്ള അങ്ങനത്തെ ഒരു പേഴ്സണെ കാണുക. ഓക്കെ. മെനോപോസൽ ക്ലിനിക്സ് ഉണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് അറ്റൻഡ് ചെയ്യുക, പ്രീ മെനോപോസലായിട്ട്. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് സ്മിത. ഇനി ലൈഫ് ബീറ്റ്സിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പേരൂർക്കട, ട്രിവാൻഡ്രം. അഡ്വാൻസ്ഡ് യൂറോളജി, ഗൈനക്കോളജി, IVF സെന്റർ. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം. ലൈഫ് ബീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ 40 വയസ്സ് കഴിഞ്ഞ സാധാരണ സ്ത്രീകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ. ഒന്ന് ബ്ലീഡിങ്, ഓവറായിട്ട് ബ്ലീഡിങ്. 2 വയറ് ഭയങ്കരമായിട്ട് ചാടും. അത് രണ്ടിന്റെയും കാര്യം ഞാനിപ്പോ പറയാം. കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. 40s അസുഖം എന്ന് പറഞ്ഞു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് എന്ന് വെച്ചാൽ അതെല്ലാവർക്കും പലർക്കും അത് അറിയാനും പാടില്ല. എന്ന് വെച്ചാൽ ഈ പല സ്ത്രീകളും പറഞ്ഞാൽ എനിക്ക് വണ്ണം വലുതായിട്ട് കൂടുതലുള്ള ഡോക്ടർ, വയറ് മാത്രം ചാടുന്നത്. ഇപ്പൊ ചോദിച്ച കറക്റ്റ് അങ്ങനെ പറയാറുണ്ട്. അപ്പം അത്
ഗർഭപാത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇളിക്കൂടിനുള്ളിൽ പെൽവിസ് ആ ബോണിന്റെ അകത്ത് തന്നെ ഇരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിന് അത്ര സ്ഥലമേ ശരിക്കും പറഞ്ഞ ഒരു 6 സെന്റിമീറ്റർ അതൊക്കെയാണ് അതിന്റെ നീളം. അപ്പൊ ആ ഒരു നോർമലാണ് നമ്മളുടെ ദേഹത്ത് വേണ്ടത്. അങ്ങനെ ഇരിക്കും തോറും അതിൻ്റെതായ ഒരു നോർമൽ ഇതിൽ എല്ലാ കാര്യങ്ങളും പോകും. പക്ഷെ അത് ഒരു 40 കഴിയുമ്പോൾ ഫൈബ്രോയിഡ്സ്, അത് നേരത്തെയും വരാം, 40 കഴിയണം എന്നൊന്നുമില്ല, എന്നാലും ഉണ്ടാവാം. ഈ ആ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററിലൊക്കെ തുടങ്ങുന്ന ഫൈബ്രോയിഡ് മുഴകൾ, അത് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ക്യാൻസറസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിനെ വളരെ ഈസി ആയിട്ട് എല്ലാവരും ചിലപ്പം കാണും. എന്ന് വെച്ചാൽ അത് ഒരു 2 സെന്റിമീറ്റർ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ശരിക്കും അതിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യണം. ഒരു 6 മാസം കഴിയുമ്പോൾ എന്ത് വളരുന്നുണ്ടോ, ചിലർക്ക് പെട്ടെന്ന് വളരും, ചിലർക്ക് സ്കാൻ ചെയ്ത് നോക്കണം. ആ ഒരു ഡോക്ടർ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു 6 മന്ത്സ് കഴിയുമ്പം അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചാലേ പേഷ്യന്റിന് കിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ അത് ചില സമയത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ ഇവരിങ്ങനെ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 40കൾക്ക് ശേഷമായിരിക്കും അതിന്റെ സൈസ് നല്ലതായിട്ട് വലുതായി ഇരിക്കുകയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വയറ് ചാടിയതായിട്ട് തോന്നും. അപ്പൊ യൂട്രസിന്റെ മൊത്തം സൈസ് നല്ല വലുതായിട്ട്, ഗർഭപാത്രം മൊത്തത്തോടെ വലുതാവുന്നതാണ്. അപ്പൊ വെച്ചാൽ ഈ മുഴകളെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം കൂടെ ഒരു വലിയ സംഭവമായിട്ട് മാറും. എനിക്ക് അങ്ങനെ ഒത്തിരി കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു യൂട്രസ് അവർ അറിയാതെ 7 വർഷം 8 വർഷം ആ സൈസിൽ കൊണ്ടു നടന്ന ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുള്ള ഒരു കേസ്. അത് എനിക്ക് തോന്നുന്നു കോൺഫറൻസിനൊക്കെ പ്രസന്റ് ചെയ്തതാണ്, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു മുഴയായിരുന്നു. ഒരു 8 കിലോയിൽ തൂക്കം ഉണ്ടായിരുന്ന ഒരു മുഴ. അത് അവര് എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല, അതിനു മുമ്പേ തന്നെ ഉണ്ടായിരിക്കാം. പല മുഴകളും ഒരുമിച്ച് ചേർന്നിട്ട് ഗർഭപാത്രം തന്നെ വലിയൊരു പുറമെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, വയറ് ഒന്ന് വലിക്കും. പക്ഷെ ഇതാരും ശ്രദ്ധിക്കില്ല. വളരെ മെലിഞ്ഞവർക്കാണെങ്കിലല്ലേ അതൊരു ഗർഭിണിയെ പോലെ വയറ് ഇതായിട്ട്, മിക്കവരും ആ പ്രായത്തിൽ ഒരു ഇച്ചിരി ബൾക്കിയാണല്ലോ. അപ്പോഴത്തേക്ക് ഈ വയറാണോ ഇതാണോ എന്നല്ല, ചിലര് വളരെ കാര്യമായിട്ട് അതൊക്കെ നോട്ട് ചെയ്യും, ചിലർക്ക് ഒട്ടുമേ അതില്ല. അപ്പം ഇത് എന്തെങ്കിലും ഒരു വയറുവേദനയോ എന്തെങ്കിലും വന്നാൽ മാത്രം നമ്മളെ സ്കാൻ ചെയ്തേല് ചിലപ്പം അതിന്റെ ഒരു മോശാവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ നമുക്കൊക്കെ സമയദോഷം ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആയിട്ട് മാറാനും സാധ്യത. അപ്പൊ അത് പലർക്കും അത് അറിയത്തില്ല. അപ്പം വലിയ വലിയ ഫൈബ്രോയിഡ് മുഴകൾ വരാനും അത് കാരണം ബ്ലീഡിങ് കൂടാനും അല്ലെങ്കിൽ വയറിന് അതിന്റെ അകത്ത് രക്തസ്രാവം ഉണ്ടാകുന്നതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ട് പെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ എല്ലാം. പക്ഷെ അതിനെക്കാട്ടിലും ഒരു ബിറ്റ്വീൻ ഒരു 39 and 42 എനിക്ക് തോന്നുന്നു ഒരു ലേറ്റ് 30s ഒരു സ്കാൻ മസ്റ്റ് ആയിട്ട് ചെയ്യും. ഈ എമർജൻസി ആയിട്ട് ഓടിക്കൊണ്ടുപോയി ഓരോ കാര്യങ്ങളും നോക്കാതെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഞാൻ സ്ത്രീകളുടെ ഒരു പ്രശ്നം അവർ സ്വയം ഉപേക്ഷിച്ചിങ്ങനെ നടക്കുക. എന്റെ കാര്യം പറയണ്ട. അപ്പം മിക്കവാറും ഹസ്ബൻഡ്സ് കൊണ്ടുവരുന്നവർ പറയും എടാ എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല ഇവര് ഇപ്പോഴാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ രക്തപ്പോക്ക് ഒരുപാട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് അനീമിക്കാവും. അപ്പം തല കറങ്ങി വീഴുന്ന സ്ഥിതിയിലേക്ക് വളർച്ചയും ഈ രക്തക്കുറവും ഉണ്ടാവുമ്പോഴാണ് ഇവര് വീട്ടുകാരെ അറിയുന്നത്. അതുവരെ ഇവരിങ്ങനെ കൊണ്ടു നടക്കും. ഈ ഒരു കാര്യം പറയാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ ഇപ്പൊ മക്കളോട് പറയില്ല, ഭർത്താവിനോട് പറയില്ല, ഇതിങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ അത് ആ ഹോൾ കുടുംബത്തിന് അത് തളർത്തുകയാണെന്നുള്ളത് ഈ സ്ത്രീകൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അവര് പോയി കഴിയുമ്പം അല്ലെങ്കിൽ അവരൊന്ന് കിടന്നു കഴിയുമ്പം ഈ ടോട്ടൽ ആയിട്ടുള്ള ഫാമിലിയുടെ ആ സൈക്കിൾ നടക്കത്തില്ല. നമുക്കിപ്പോഴും അറിയാം നമ്മുടെ ഇന്ത്യൻ ഫാമിലീസിൽ ഒരു സ്ത്രീ തന്നെയാണ് ദ ബേസ്. അതെന്തൊക്കെ പറഞ്ഞാലും അവരുടെ അഭാവത്തിൽ അവരില്ലാണ്ടാവുമ്പോഴേ ആ വീടിന്റെ കംപ്ലീറ്റ് അവസ്ഥ മാറുന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ സ്ത്രീകൾ സ്വയം അത് ശ്രദ്ധിക്കണം. അതുപോലെ ഡോക്ടർ ഈ ഏജിലാണല്ലോ ഈ കാൽമുട്ട് വേദന അതൊക്കെ വരുന്നത്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് നമ്മൾ ഇനി മെനോപോസൽ ക്ലിനിക്കിൽ നമ്മൾ ഇപ്പൊ നോക്കുന്ന കാര്യങ്ങൾ. എന്താ വെച്ചാല് ഈ അതാ ഞാൻ പറഞ്ഞ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങള് ഈ കാൽഷ്യത്തിന്റെ കുറവ്, അത് ഈ എല്ലുകളൊക്കെ ഒടിയാനും ഇത് ചെയ്യാനും ഒക്കെ. അപ്പൊ ഈ മെനോപോസൽ ക്ലിനിക്കിൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷനിൽ പ്രീ മെനോപോസലായിട്ട്, അതായത് ഒരു 39 ഒരു 35 ശേഷം തന്നെ ഇതൊക്കെ തുടങ്ങിയാൽ വളരെ വളരെ നന്നായിരിക്കും. കാര്യം വെച്ചാൽ നമ്മൾ ആ കാൽഷ്യം സപ്ലിമെന്റ് കൊടുക്കുക വെച്ചാൽ പാലൊക്കെ ഒരുപാട് കുടിക്കാനും പറ്റത്തില്ല. കാര്യം വെച്ചാൽ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ വരാം. സോ അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ നമുക്ക് വന്നിട്ട് ഒരു മിൽക്ക്
പ്രോട്ടീനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിൽക്കിന്നോ ഏതെങ്കിലും കാൽഷ്യം കിട്ടുന്ന സംഗതികൾ ഫുഡ് അതുപോലെ ആക്കാം. ഈ നോൺ വെജ് കഴിക്കണമെങ്കിൽ ചെറിയ മീനൊക്കെ കാൽഷ്യത്തിലും തക്കാളി അതൊക്കെ കാൽഷ്യം കൂടിയ സംഗതികളും അതൊക്കെ കൂടുതൽ ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കാൽഷ്യം സപ്ലിമെന്റ് ഒരു ടാബ്ലറ്റ് ആയിട്ടോ ചെറിയ ടാബ്ലറ്റ് ആയിട്ടോ ഒക്കെ ഡോക്ടറിന് തരാൻ പറ്റും. എല്ലാ ദിവസവും കഴിച്ചാൽ നല്ലതാണ്. വെച്ചാൽ അതിന്റെ ഇടയിൽ അവരുടെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഒന്ന് വന്നിട്ട് നമ്മുടെ കാൽഷ്യം ബ്ലഡിലുള്ള ലെവൽ അത് നോർമൽ ആണോ നോക്കണം. വളരെ കുറവാണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ സപ്ലിമെന്റ് കൊടുക്കണം. ചിലപ്പോൾ അങ്ങനെ വളരെ നോർമൽ ആയിട്ടുള്ളവർക്ക് നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ ചിലപ്പോൾ മതിയായിരിക്കും. അതേപോലെ BMD എന്ന് പറയും, ബോൺ മിനറൽ ഡെൻസിറ്റി. അത് നമ്മുടെ ബോണിലുള്ള കാൽഷ്യം ലെവൽ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ടൊരു ക്യാമ്പ് പോലെ വെച്ചിട്ട് വരുന്ന എല്ലാ 35 കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളെയും നമ്മൾ നോക്കിപ്പിക്കാറുണ്ട്. കാര്യം വെച്ചാൽ അതിപ്പോ ബോൺ മിനറൽ ഡെൻസിറ്റി കാൽഷ്യത്തിന്റെ അളവ് ഓരോ നമ്മുടെ ബോണിൽ എത്രയുണ്ട് എന്നുള്ളത് അതിൽ പറയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കണം പിന്നെ നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. സോ അത് നമ്മൾ യൂസ് ചെയ്യണം. അത് ഡോക്ടർക്കും അതിനുള്ള ഒരു സന്മനസ്സും അറിവുണ്ടാവണം. അതേപോലെ തന്നെ പേഷ്യന്റിന് നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ മെനോപോസൽ ക്ലിനിക്കിന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രശ്നം ഒരു സ്കാൻ ചെയ്യുക. ചിലപ്പം ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന വലിയ വലിയ മുഴകളായിരിക്കും. ഈ ബ്ലീഡിങ് ഒരുപാടായിട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആർത്തവവിരാമം ഉണ്ടാവുന്നു. ദാറ്റ് വിൽ നോട്ട് ഗോ ടു മെനോപോസ്. അപ്പൊ ബ്ലീഡിങ് ഒരുപാട് ഉണ്ടാവണമെങ്കിൽ 2-3 കാര്യങ്ങളാവും. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഫൈബ്രോയിഡ്സ് വലിയ വലിയ മുഴകൾ അത് വന്നിട്ട് അത് പലരുടെ ഒരു മിഥ്യധാരണയുണ്ട്. എന്തെങ്കിലുമൊക്കെ പലതരം മരുന്നുകൾ കഴിച്ചാൽ പലരും പറഞ്ഞുണ്ടാക്കണതാണ് അത് അലിഞ്ഞു പോകുന്നൊക്കെ. ഒരിക്കലും ഇല്ല, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇറ്റ്സ് എ ട്യൂമർ. അത് വളരുക തന്നെ ചെയ്യും. നമുക്ക് ഒരു പ്രത്യേകതര ഇഞ്ചക്ഷൻ എടുത്താൽ പോലും 1 വർഷം വരേക്ക് അതിന്റെ വളർച്ചയെ ഒന്ന് നിർത്തിവെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. വളർന്നതിനെ കൊച്ചാക്കാനൊന്നും പറ്റത്തില്ല. ആ ഉള്ളതിനെ ഒന്ന് നിർത്തിവെക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ പലതരത്തിലുള്ള വെളിയിലൊക്കെ പല ഉൽപ്പന്നങ്ങൾ ഇത് അങ്ങ് അലിഞ്ഞു പോകാൻ ഇത് ഒരു തരത്തിലുള്ള അങ്ങനത്തെ സാധനമൊന്നും അല്ല. മഞ്ഞ് കട്ടയൊന്നുമല്ല അലിഞ്ഞു പോകാനായിട്ട്. ഇത് വലിയൊരു ട്യൂമറാണ്. എന്ന് വെച്ചാൽ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അനുഷ എന്നാണ്. അനുഷ എവിടുന്നാണ്? കൊല്ലത്തുനിന്ന്. ചോദിച്ചോളൂ അനുഷ. ഡോക്ടറെ, എന്റെ വയറിലെ മോളുടെ ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് മാർക്സ് ഉണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല നമ്മുടെ ബ്രസ്റ്റ് ചുരുങ്ങുമല്ല കുറച്ചു നാൾ കഴിയുമ്പോ. അപ്പൊ അവിടെയും ഉണ്ട്. അത് ശരി. ഇനി ക്രീംസ് ഉണ്ട്. വന്നതിന് ശേഷം മാറ്റാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ യൂഷ്വലി നമ്മളിപ്പോ ചെയ്യുന്ന ഡെലിവറി 3rd month തൊട്ടേ ക്രീംസ് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് സ്ട്രെച്ച് മാർക്സ് വരാറില്ല. അപ്പൊ ഇനി വന്നതിനെ മാറ്റാൻ ലേശം പ്രശ്നമായിരിക്കും. പിന്നെ ലേസറൊക്കെ ഇപ്പൊ ഉണ്ട്. നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ക്രീംസ് ഉപയോഗിക്കുക. പെട്ടെന്ന് മാറില്ല, സമയമെടുക്കും. ക്രീംസ് ഞാനിപ്പം അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോ, ഓരോടത്തും ഓരോന്നാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അതിന്റെ ബ്രാൻഡ് നെയിം പറഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ കിട്ടിയില്ല എന്ന് വരും കേട്ടോ. അതെ, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് അനുഷ. സോ അപ്പൊ ഈ പറഞ്ഞ മാതിരിയാണ്. സോ ആ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കാൻ ബേസിക്കലി അത് വരണതിന് മുമ്പ് തന്നെ ഒരു 40s തുടക്കത്തിൽ ഒരു സ്കാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും, അതായത് ഇതിൽ ഞാൻ ഇപ്പൊ ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും, ഹോർമോൺ ചെക്കപ്പ്, ബ്ലഡിന്റെ ലെവല്, കാൽഷ്യം ലെവൽസ്, കൊളസ്ട്രോൾ, BP, ഷുഗർ, ഇതൊക്കെ ഒന്ന് നോക്കിയാൽ എനിക്ക് ഉണ്ടാവോ എന്നുള്ള പേടിയുടെ ആവശ്യമില്ല. ഉണ്ടായാൽ നമ്മൾ അതിന്റെ എന്താന്ന് വെച്ചാൽ പ്രതിവിധി ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ പ്രശ്നങ്ങൾ അറിയാന്നുള്ളതാണ്. എനിക്ക് പ്രശ്നമേ അറിയണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് സ്ത്രീകൾക്ക്. നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടായാൽ അതിന്റെ അവസാനത്തിലായിരിക്കും അനുഭവിക്കുകയും ചെയ്യും. ഇതാകുമ്പോഴത്തേക്കും ആദ്യമേ നമുക്ക് എല്ലാം ഒന്ന് കുറച്ചങ്ങ് പോകാൻ പറ്റും. മരുന്നുകൾ തുടങ്ങേണ്ടത് ഡോക്ടർ പറഞ്ഞാൽ തുടങ്ങാനുണ്ട്. ചിലർക്കൊരു ധാരണയുണ്ട് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഷുഗറിന് പിന്നെ എന്നും മരുന്ന് കഴിക്കണം. അത് നാച്ചുറലി ഷുഗർ എന്ന് വെച്ചാൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ പാൻക്രിയാസ് ഒരു അവയവത്തിൽ നിന്ന് ചുരത്തുന്ന ഒരു ഹോർമോൺ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരണ. അതുകൊണ്ട് നമ്മൾ ഇനി നമ്മുടെ ലെവൽ അങ്ങോട്ടും അങ്ങനെ അത് ജനിക്കുമ്പോഴേ എഴുതി വെച്ചിരിക്കുക. ഇത് ഇന്ന ആൾക്ക് ഡയബറ്റീസ് വരും, ഇന്ന ആള് എന്ന് വെച്ചാൽ അതെല്ലാം നമ്മളെ ജീൻസ് ജനറ്റിക് ആയിട്ടുള്ള. അപ്പൊ നമ്മൾ അമ്മ അച്ഛനും ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ മധുരം കുറച്ചു എന്ന് പറഞ്ഞിട്ട് വരാണ്ടെന്ന് ഇരിക്കാൻ പോണില്ല.
നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യാൻ പറ്റും ബൈ എക്സസൈസസ് ആൻഡ് ഫുഡ് കൺട്രോൾ. അങ്ങനെ ഡിലേ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് വരാനുള്ളത് ഈ പറഞ്ഞ വഴി തങ്ങൂല എന്നുള്ള പോലെയാണ്. അത് വരും, ബട്ട് അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്രസിന് വരാനുള്ള പ്രശ്നങ്ങൾ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അഡിനോമയോസിസ് എന്നൊരു രോഗമുണ്ട്. അത് അധികം പേര് കേട്ടിട്ടുണ്ടാവില്ല, വെച്ചാൽ ആരും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കാണൂല. അത് ബ്ലഡ് ഇൻ ടു ദ മസിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതായത് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ആ ഒരു പാട അത് ഉള്ളിലോട്ട് വളർന്നു കയറി പേശികളിലേക്ക് പോകുന്നത്, എന്നിട്ട് അവിടെ ബ്ലീഡിംഗ് ഉണ്ടാക്കും. അപ്പൊ അകത്തിങ്ങനെ രക്തം കട്ട പിടിച്ച് ഈ ഗർഭപാത്രത്തിന്റെ അകത്ത് പേശികളിൽ ഇങ്ങനെ കിടക്കും. വല്ലാത്ത സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അതെ, ഭയങ്കര ഒരു പെയിൻ, ഇല്ലെങ്കിൽ സിവിയർ നിൽക്കാത്ത ബ്ലീഡിംഗ് ആയിരിക്കും. ഈ ഇവര് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു പോകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അല്ലാത്ത ഡോക്ടേഴ്സ് ഒരു ഹോർമോൺ ഗുളിക അങ്ങോട്ട് കൊടുക്കും. ആ ഹോർമോൺ ഗുളിക കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മേ ബി എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തേക്കൊക്കെ അവർ കൊടുക്കും. അത് കഴിക്കണ വരെ ഒന്ന് ഭേദാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തുമ്പോൾ വല്ലാണ്ടുള്ള ബ്ലീഡിംഗ് വീണ്ടും തുടങ്ങും. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം, സിംറ്റമാറ്റിക് ആയിട്ട് ദയവ് ചെയ്ത് 40s ശേഷമുള്ള സ്ത്രീകളെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ബേസിക് ആയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ദയവ് ചെയ്ത് പേഷ്യന്റും അത് അറിയണം. ഇത് ഏറ്റവും എളുപ്പമായി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ബ്ലീഡിംഗ് നിൽക്കാനുള്ള ഒരു ഗുളിക തരും. അവര് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും. അത് ഏറ്റവും ദോഷമായിട്ട് പിന്നെ ഭവിക്കും. നമ്മൾ ആദ്യമേ അങ്ങ് കാരണം കണ്ടുപിടിക്കാതെയാണ് മുമ്പോട്ട് പോകാൻ പോണത്. സോ ഇപ്പൊ ഈ അഡിനോമയോസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെന്റ് ആസ് സച്ച് ഒരു 40s ഒക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യാതെ ഈ സംഗതി ശരിയാവത്തില്ല. അപ്പൊ ചിലർ ഇത് പറയുമ്പോ തന്നെ ഓടിക്കളയും എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് ഹീമോഗ്ലോബിൻ അങ്ങ് താന്ന് തല കറങ്ങിയായിരിക്കും പിന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളൊരു 3-4 ബോട്ടിൽ ബ്ലഡ് ഒക്കെ അടച്ച് ആളിനെ ഒന്ന് നോർമലാക്കി പിന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി വഷളാക്കാതെ, വീട്ടുകാരെ വിഷമിപ്പിക്കാതെ, സ്വന്തം ആരോഗ്യം നോർമലായിട്ട് അങ്ങ് ഒന്ന് നോക്കുക. അതാണ് സ്ത്രീകളിൽ ആദ്യം വേണ്ട അവയർനെസ്. നമ്മൾ വെസ്റ്റേൺ കൾച്ചറിന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ പാൻസ് ഇടുന്നുണ്ട്, ജീൻസ് ഇടുന്നുണ്ട്. സ്ത്രീകള് ഇപ്പം വളരെ എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഇത് മാത്രം ഇന്നും മെന്റൽ വളർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്റെ ആരോഗ്യം ഇസ് മോർ ഇമ്പോർട്ടന്റ് ഫോർ മൈ ഫാമിലി ദാൻ മീ എന്നുള്ളൊരു ഫാക്ട്. എന്റെ കുടുംബത്തിന് ഇത് ഇമ്പോർട്ടന്റ്, വലിയൊരു പോയിന്റ് ആണ്. അതാരും വിചാരിക്കില്ല. വലിയ പഠിത്തങ്ങളൊക്കെ ഉള്ള വലിയ വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പോലും ഈ കാര്യം സീരിയസ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കമ്പനീസിലൊക്കെ റെഗുലർ ചെക്കപ്സ് ഉണ്ട്. പക്ഷെ അതിലും അവര് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഓർക്കുന്ന ബേസിക് ചെക്കപ്സ് ആണ്. BP, ഡയബറ്റിക്സ് അതൊക്കെ നോക്കുന്നത് ഹൃദയത്തിന്റെ നോർമൽ ആയിട്ടുള്ള. പക്ഷെ അതിലും ഗൈനക് ചെക്കപ്പ് ഇല്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ അത് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോർമലായിട്ട് അവരവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഒരു 30കളുടെ അവസാനങ്ങളിൽ അല്ലെങ്കിൽ 40ന്റെ ആദ്യങ്ങളിൽ ഇത് നോക്കുക. ബേസിക് ഹോർമോൺ ടെസ്റ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കാൻ. ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പോയിട്ട് ഡോക്ടറെ കാണുക. ഇത് ഫൈബ്രോയിഡിന്റെ ആണോ, അഡിനോമയോസിസ് ആണോ, അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹോർമോണിന്റെ ഭയങ്കരമായ ആ ഒരു ഇത് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ആ സമയത്ത്. ഈ നമുക്ക് ആവശ്യമുള്ള ഹോർമോൺ കുറയും. ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ 2 ഹോർമോൺസ് ഉണ്ട്. അതിന്റേതായ ഒരു ആ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ വരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹോർമോൺ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ ഡോക്ടർ, ഈ ഒരു ഏജില് സ്ത്രീകൾക്ക് ഒരു ഡിപ്രഷൻ, ദേഷ്യം, ഭയങ്കര ചൂട്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അത് പെരി മെനോപോസൽ സിംറ്റംസ്, മെനോപോസ് ഉണ്ടാകാൻ പോകുന്നു എന്ന് ഉള്ളതിന് മുമ്പേ ഉള്ള സിംറ്റംസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. അത് മാനസികമായിട്ട് നമ്മൾ അതിനെ തയ്യാറെടുപ്പിക്കുക, മുമ്പേ ന്യൂട്രീഷ്യൻസ് തുടങ്ങുക. അപ്പം ഇത് ന്യൂട്രീഷൻ ബാലൻസ് പോകുന്നതുകൊണ്ട് അപ്പൊ ന്യൂട്രീഷണൽ ഇംബാലൻസ് കുറയ്ക്കുക. ചിലർക്ക് വേണമെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ഹോർമോൺസ് കൊടുത്തിട്ട് സിവിയർ ആയിട്ട് സിംറ്റം ഉള്ളവർക്ക് കൊടുത്തിട്ട് അവരെ കുറച്ചും കൂടെ നമ്മൾ ആ ഹോർമോൺ കുറയുന്നതിന് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ഇതെല്ലാം മാറും. വളരെ പെട്ടെന്ന് ഇത് മാറ്റാൻ പറ്റും. ഈ ചൂട് തോന്നുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ഇതാണ്. മാസക്കുള്ളി നിന്ന് കഴിഞ്ഞാൽ ഹോർമോൺസ് കുറഞ്ഞു കഴിയുമ്പോൾ, സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞ ഈ പ്രശ്നം. അതായത് ഭയങ്കര ഇറിറ്റേഷൻ, ഡിപ്രഷൻ, പിന്നെ എല്ലാവരോടും ദേഷ്യപ്പെടുക. അതുവരെ നല്ലതായിട്ട് ഇരിക്കുന്ന ആളായിരിക്കും വർക്ക് സൈറ്റിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും പെട്ടെന്ന് അപ്പൊ എല്ലാരും പറയും. അപ്പം ഞങ്ങള് പഠിക്കുന്ന സമയത്ത് തമാശക്ക് പറയും അത് PMS ആണെന്ന് പറയും. എന്നുവെച്ചാല് പ്രീ മെനോപോസൽ സിംറ്റം എന്ന് പറയും. അപ്പം ഈ ഒരു പ്രായത്തിന് ശേഷം സ്ത്രീകൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവുകയും എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവരാണെങ്കിൽ കൂടെ ജോലി ചെയ്യണവർക്കൊക്കെ തലവേദനയാവും. സോ അത് ഉണ്ടാക്കാതെ
മറ്റുള്ളവരിൽ നിന്ന് ഒരു അങ്ങനത്തെ ഒരു പേരുദോഷം ഉണ്ടാക്കാൻ നമ്മൾ അതിനെ ഒരു നല്ല രീതിയിൽ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഹു ഇസ് ഡൂയിങ് എ പോസ്റ്റ് മെനോപോസൽ ആൻഡ് മെനോപോസൽ ക്ലിനിക് വിൽ ബി എ ബെറ്റർ ചോയ്സ്. കൗൺസിലിംഗ് ഒക്കെ എല്ലാം ചെയ്തിട്ട് ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യുക, കുറച്ച് HRT കൊടുക്കുക, പിന്നെ ഫുഡിന്റെ ബാലൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എക്സസൈസസ് എത്ര നേരം വേണം, കൂടുതലായ എക്സസൈസും പാടില്ല. ചിലർ ഭയങ്കര യങ്ങായിട്ടിരിക്കാനായിട്ടും വളരെ തിന്നായിട്ടിരിക്കാനും ഭയങ്കര ഓവറായിട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് ഒരു പ്രായം കഴിയുമ്പോൾ മുട്ടിനെ എഫക്ട് ചെയ്യും, ആർത്രൈറ്റിസ് ഒക്കെ വരും. സോ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വീക്ക്ലി 5 ദിവസം മതി, അതൊക്കെ മതിയാവും. നമ്മൾ ആ ഒരു ഫുഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് എങ്ങനെയാണ് ഒരാൾ ഫുഡ് കഴിക്കണം അതനുസരിച്ചിട്ട് വേണം അവരുടെ എക്സസൈസ് പറയാൻ. 5 days a week, maybe 20 to 30 minutes ധാരാളം മതിയാവും. അതുപോലെ ഡോക്ടർ, ഈ ഒരു ഏജില് സ്ത്രീകൾ സെക്ഷൽ ലൈഫിൽ നിന്ന് പതുക്കെ പിന്നോട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്, അതെന്തായിരിക്കും? അത് എല്ലാവരുടെയും ഒരു പേടിയാണ്. അതേപോലെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം, യൂട്രസ് മാറ്റി കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് ഭയങ്കര പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാൻ മടിച്ച് ആണുങ്ങളായാലും സ്ത്രീകളായാലും ചോദിക്കാൻ മടിച്ചിരിക്കുന്ന ഒരു കാര്യം. ബട്ട് ഐ യൂസ് ടു ടെൽ ദം അത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഈ ന്യൂട്രീഷൻ ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ മരുന്നുകളുണ്ട്, പിന്നെ ക്രീംസ് ഒക്കെ നമുക്ക് വെജൈനൽ ക്രീംസ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മെനോപോസിലേക്ക് ഈ ക്ലിനിക്കിൽ നമ്മൾ അതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആദ്യം മുതൽ ഇത് ചെയ്താൽ ആ വെജൈനൽ ഡ്രൈനസ്, ആ യോനി ഭാഗത്തുള്ള ഡ്രൈനസ് അത് കുറയ്ക്കാൻ പറ്റും. അത് കുറയ്ക്കാനുള്ള പെർട്ടിക്കുലർ അതിൻ്റെതായ പക്ക ട്രീറ്റ്മെന്റ് ഉണ്ട്. സോ അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ് നേരത്തെ എടുത്തു തുടങ്ങിയാൽ ഞാൻ അതാ പറഞ്ഞ ലൈഫ് വിൽ ബിഗിൻ അറ്റ് 40. അപ്പോൾ ആ ഒരു ഗുണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടി വിചാരിക്കണം. ഈ പല സ്ത്രീകളുടെ വിചാരം ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, 2 കുട്ടികളായി കഴിഞ്ഞാൽ അതിന് മുമ്പേ തന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ ജീവിതം ഒന്നുമില്ല, ജീവിതമില്ല. ആ ചിന്തയാണ് മാറേണ്ടത്. തിങ് ഇസ് ദാറ്റ് അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ ഒരാൾ 40 വയസ്സിലുള്ള ഒരാൾ 80 വയസ്സിലാണ് മരിക്കണമെങ്കിലോ ഒരു സ്ത്രീ അവർ ആ 40 വർഷം വയസ്സായിട്ടും വയ്യാത്ത ഒരാളായിട്ടും എന്തിനാ അറിയപ്പെടുന്നത്? അവസാനം വരെ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. മനസ്സിനകത്ത് യൂത്ത് ആയിട്ട് തന്നെ ഇരിക്കുന്നുള്ള ആ ഒരു മനസ്സും കൂടി യങ് ആയിട്ട് സൂക്ഷിക്കുക. ആ മനസ്സാണ് നമ്മളെ ഇല്ലാണ്ടാക്കുന്നത്. അതേപോലെ നമ്മളൊരു എക്സ്പേർട്ട് ഗൈഡൻസിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ അവരൊരു പക്കാവായിട്ടൊരു മെനോപോസൽ ക്ലിനിക്ക് പക്ക ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ധൈര്യം കൂടി വരും. എൻ എക്സ്പേർട്ട് ഇസ് വിത്ത് മീ, ഞാൻ ഒരു എക്സ്പേർട്ട് ഗൈഡൻസിലാണ്. അപ്പൊ ഒരു അറിയാവുന്ന ഒരാൾ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾ എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ, ഒരു ഇരുട്ടത്ത് പോവുകയാണെങ്കിലും ഒരു നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു വെളിച്ചമായിരിക്കും നമുക്ക് എപ്പോഴും ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഇതും. സോ അപ്പൊ നമ്മളെ മുമ്പോട്ട് നയിക്കാൻ പ്ലീസ് എല്ലാവരും പോയിട്ട് ഒന്ന് ആഫ്റ്റർ 40 ഒരു ബേസിക് ചെക്കപ്സ് എല്ലാം ചെയ്യൂ. ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കുക. ന്യൂട്രീഷൻ തുടങ്ങുക, ന്യൂട്രിയൻസ് ഉള്ള ടാബ്ലറ്റ്സ് ഒക്കെ തുടങ്ങണം. ദാറ്റ് ഈസ് മൈ. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ശോഭ. എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശോഭ പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 5 വർഷത്തിന് മുമ്പേ സ്കാൻ ചെയ്തപ്പോ ഗർഭപാത്രത്തിന്റെ സൈഡില് ഫൈബ്രോയിഡിന്റെ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഇപ്പൊ അന്ന് 2.5 mm ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇപ്പം അത് 3 സെന്റിമീറ്റർ ആയി. പിന്നെ അതുകൊണ്ട് പിന്നെ സ്കാൻ ചെയ്തപ്പോ കിഡ്നിയില് കല്ലും ഉണ്ടായിരുന്നു. പിന്നെ അത് 3.7 mm. അത് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? അത് അന്ന് സ്റ്റോണിന്റെ ഗുളിക തന്നു. അത് ഭയങ്കര നടുവേദന ആയതുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ചെക്കപ്പ് ചെയ്തില്ലേ? വല്ല കുഴപ്പമുണ്ടോ ഡോക്ടറെ? പിന്നെ ചെക്കപ്പ് ചെയ്തില്ലേ? പിന്നെ അത് ഈ സ്റ്റോണിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, യൂറോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്ത്, രണ്ടാമത് അത് എങ്ങനെയുണ്ട്, ആ സ്റ്റോൺ പോയോ അല്ലെങ്കിൽ എനിക്ക് 3.5 millimeter എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കാര്യം വെച്ചാൽ അത്രയും ഒരു +0.0 നമ്മൾ മറ്റേ ഇതിൽ പോയിന്റ് ലെവലിൽ നമ്മൾ മില്ലിമീറ്റർ പറയാറില്ല. യൂഷ്വലി അതിന് മില്ലിമീറ്റർ ലെവലിൽ തന്നെ എഴുതും. അത് അവര് യൂഷ്വലി 6 millimeter 7 millimeter അങ്ങനെ ഒരു റൗണ്ട് ഫിഗർ ആയിട്ടായിരിക്കും പറയുന്നത്. ഈ 3.5 അങ്ങനെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സ്റ്റോൺ ആണ്, എന്നാൽ പോയിരിക്കണം, തരിയായിരിക്കണം. നിങ്ങളിപ്പോ പറഞ്ഞത് ശരിയാണെങ്കിൽ 1 സെന്റിമീറ്ററിന് മുകളിലുള്ള സ്റ്റോൺ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഇതിൽ ഒരു 5 ആയാലും 6 ആയാലും ഇത് ഡോക്ടറെ കാണണം, യൂറോളജിസ്റ്റിനെ മസ്റ്റായിട്ട് കാണണം. അത് സ്റ്റോണിന്റെ കാര്യം, അത് യൂറോളജിസ്റ്റിന്റെ കാര്യമാണ്. പുള്ളി അത് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ അത് അവര് പക്കാവായിട്ട് പറയും എന്താ വേണ്ടതെന്നുള്ളത്. സ്ഥിരം ആ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഒരു 5 വർഷം 4 വർഷമായിരുന്നു ചെക്കപ്പ് ചെയ്തിട്ട്. അല്ല, അത് ഇപ്പൊ ഇനി വേണ്ടത് ആ ഗർഭപാത്രത്തിന്റെ കാര്യം. 3 സെന്റിമീറ്റർ ആയിരിക്കുന്നു. അതിന് അത് നോക്കിക്കോ. ഗർഭപാത്രത്തിന്റെ ഇത് ഇപ്പൊ 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മുഴയല്ല.
3 സെന്റിമീറ്റർ ആണെങ്കിൽ അത്രയ്ക്ക് പേടിക്കാനൊന്നും ഇല്ല. അത് ഒരെണ്ണമേ ഉള്ളെങ്കിൽ ഇപ്പൊ തൽക്കാലം പീരീഡിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഓക്കെ, പക്ഷെ അത് ചെക്കപ്പ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന പറ്റത്തില്ല കേട്ടോ. 2 ഡോക്ടർമാരെയും കാണിക്കണം, നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ശോഭ. ലൈഫ് ബീറ്റ്സിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. Punarjani Super Specialty Hospital, Pevukada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. Punarjani Super Specialty Hospital, AKG Nagar Road, Perurkada, Trivandrum. ലൈഫ് ബീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, അതുപോലെ സ്ത്രീകൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നടുവേദന. ഇത് എന്തിന്റെയൊക്കെ ലക്ഷണമാകാം നടുവേദന? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നടുവേദന എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെയോ ലക്ഷണമാവാം എന്ന് വെച്ചാൽ, പക്ഷെ സ്ഥിരം പറയുന്ന ഒരു സംഗതിയാകുമ്പോ നടുവേദന എന്ത് ഇതായാലും എനിക്ക് നടുവേദനയുണ്ട്. അപ്പൊ അതില് അങ്ങനെ ഒരു വെറുതെ ഒരാള് നടുവേദന മാത്രമായിട്ട് വരികയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഓർത്തോ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, ഡിസ്കിന്റെ തേയ്മാനമോ അല്ലെങ്കിൽ യൂഷ്വലി ഫീമെയിൽസിന് വരുന്നത് സേക്രോലെജോൺ, ആ മറ്റേ ഇളിക്കൂടിന്റെ പുറകെയുള്ള ഏറ്റവും താഴെയുള്ള ആ ജോയിന്റ് ഒന്ന് ഒരയാനോ അല്ലെങ്കിൽ തേഞ്ഞു പോവാനോ ഒക്കെ ഉള്ള തേയ്മാനം ഉണ്ടാവാം. സോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് എക്സ്റേയോ അല്ലെങ്കിൽ MRI അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തു നോക്കി അതിന്റെ ആണോ ഈ വേദന എന്നുള്ളത് അത് ഇതാക്കാം. പക്ഷെ ബേസിക്കലി നമുക്ക് ഗൈനക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ട് ഒരു സ്കാൻ, പെൽവിക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ബ്ലാഡറിന്, യൂട്രസ്, ഓവറീസ് ഒക്കെ നോർമൽ ആണോ, അതായത് സ്ത്രീ അവയവങ്ങളൊക്കെ നോർമൽ ആണോ, ഇല്ല ഇനി അതിന്റെ അകത്ത് പഴുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ നടുവേദന, നിർത്താത്ത നടുവേദന ആയിരിക്കും, ശരിക്കും ട്രീറ്റ് ചെയ്യില്ല മിക്ക സ്ത്രീകളും. ഈ വെള്ളപോക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു നിറം മാറുകയും ഒരു ചൊറിച്ചിലും ഒക്കെ യോനി ഭാഗത്തൊക്കെ ഉണ്ടാവും. ഇവരതിന് അപ്പോഴത്തേക്ക് പോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്തുനിന്ന് ഉള്ളിൽ വെക്കാനുള്ള ഗുളിയോ ഒരു മരുന്നോ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോഴത്തേക്ക് മാത്രമായിട്ട് അത് മാറും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഇത് സ്ഥിരം ഒരു പരിപാടിയാകും. ഇപ്പൊ ഇത് സംഭവിക്കുന്ന വെച്ചാൽ ഈ യോനിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ, വെജൈനിൽ നിന്നുള്ള ഇൻഫെക്ഷൻ യൂട്രസിനകത്തോട്ട് പോകും. അപ്പൊ അത് PID എന്ന് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു ഈ മാറാത്ത ഒരു സംഭവമായിട്ട് മാറും. അതായത് ഇറ്റ് വിൽ ബിക്കം ക്രോണിക് സംഭവം. അപ്പൊ അങ്ങനെ പറ്റുമ്പോ ഈ അകത്തുള്ള പഴുപ്പും ഇതുമെല്ലാം ഇങ്ങനെ ഇരിക്കും. അത് ശരിക്കും ഒരു അടിവയറ് വേദനയും നടുവേദനയും ഉണ്ടാക്കും. അടിവയറിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഗർഭപാത്രത്തിന് എന്തൊരു വേദന വന്നാലും അത് സാധാരണ നടുവിലേക്കാണ്. ആ നെർവ്സ് നടുവിലേക്കും കൂടി ഇരുന്ന് വരുന്നത് കൊണ്ട് ഇതിൽ നിന്നും അതിലോട്ട് ആ പെയിൻ പോയിക്കൊണ്ടേയിരിക്കും. നടുവിലാണ്. ഇപ്പൊ പ്രസവ വേദന തന്നെ ആദ്യം തുടങ്ങുന്നത് നടുവേദനയായിട്ടല്ലേ. അതെന്ന് വെച്ചാൽ യൂട്രസിന്റെ എന്തൊരു മൂവ്മെന്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത ഉണ്ടായാൽ അത് ആദ്യം ആ പെയിൻ വരുന്നത് നടുവിലേക്കായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. മെയിൻ ആയിട്ട് സ്ത്രീകളിൽ കൂടുതൽ വലിയ വണ്ണമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് യൂട്രസിന്റെ പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. ഈ നടുവേദന അകത്ത് പഴുപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ ചിലർക്ക് യൂട്രസ് പുറകോട്ടാണ് ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് അതുപോലെ നടുവേദന വരാം. സോ ഇതിനൊക്കെ നമുക്ക് ഈ പഴുപ്പിന് നല്ലോണം ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അതൊരു റെഗുലർ ട്രീറ്റ്മെന്റ് വേണം. അല്ല നമുക്ക് അതിന്റെ കൾച്ചർ എടുത്തിട്ട് ഒരു പക്ഷെ ആ മരുന്നുകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വെജൈനൽ സ്വാബ് കൾച്ചർ ചെയ്യാറുണ്ട്. പിന്നെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയാം, ഈ മാമോഗ്രാം ഇപ്പൊ റൂട്ടീനായിട്ട് ചെയ്യണം. പണ്ട് 3 വർഷത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ വർഷത്തിൽ ഒരിക്കലെന്ന് പറയുകയാണ്. കാര്യം വെച്ചാല് അത്രയ്ക്ക് കൂടുതലായിട്ട് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കൂടിയിട്ടുണ്ട്. സോ അബവ് 40 മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഒരു മാമോഗ്രാം. ഡോക്ടറെ കണ്ടിട്ട് അത് ചെയ്യണം. പിന്നെ അതേപോലെ റുട്ടീൻ പെൽവിക് സ്കാനും മസ്റ്റ് ആയിട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ പാപ്സ്മിയർ അതാണ് ഞാൻ അത്യാവശ്യം പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പോയിന്റ്. കാര്യം വെച്ചാൽ അതെനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. കാര്യം വെച്ചാൽ സർവൈക്കൽ ക്യാൻസേഴ്സ് നമ്മൾ വളരെ കുറവാണ് കാണിച്ചത്. അൺഹൈജീനിക് ആയിട്ട് ഉള്ള ഒരു സെറ്റപ്പിലാണ് സാധാരണ അതർ ദൻ കേരള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ്സും വെച്ച് നോക്കുമ്പോൾ സർവൈക്കൽ ക്യാൻസർ ആണ് മുമ്പിലോട്ട് നിൽക്കുന്നത്. കേരളത്തിലെ സാക്ഷരത കൂടുതലുള്ളത് കൊണ്ടും ഹൈജീനിക്കും ക്ലെൻലിനെസ് കൂടുതലുള്ളതുകൊണ്ടും സർവൈക്കൽ ക്യാൻസേഴ്സ് വളരെ കുറവാണെന്ന് പറയാം. താരതമ്യേന കുറവാണ്, ദാറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മളത് സൂക്ഷിക്കണം. കാര്യം വെച്ചാൽ എപ്പോ വേണമെങ്കിലും വരാം.
അതുകൊണ്ട് ആ ഒരു റൂട്ടീനായിട്ടുള്ള ഒരു പാപ്സ്മിയർ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ സെർവൈക്കൽ ബയോപ്സി ചെയ്ത് നോക്കി അതിൽ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ഗർഭപാത്രം റിമൂവ് ചെയ്യാനായിട്ട് നോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഈ അതേപോലെ ഈ ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് ചെറുപ്പത്തിലെ തന്നെ നന്നായിട്ട് എടുത്തു പോന്നാൽ ഈ വയസ്സാകുമ്പോൾ ഇത്രയും പ്രശ്നം, ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് പീരിയഡ്സ് നിൽക്കിയല്ലേ, ചെറുപ്പത്തിൽ അധികം അറിയത്തില്ല, ഈ പീരിയഡ്സിന്റെ കൂടെ ആ പഴുപ്പും അങ്ങ് കുറെ അങ്ങ് വെളിയിൽ പോകും. പീരിയഡ്സ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പഴുപ്പിന് വെളിയിൽ പോകാൻ പറ്റാതെ അകത്ത് കിടന്നിട്ട് ശരിക്കും പെയിനും അടിവേദന ബാക്ക് ഏക്ക് നല്ലോണം ഉണ്ടാക്കും. സോ അത് ഈ പറഞ്ഞ മാതിരി ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത ആളുകൾ ഉണ്ട്. ഇറ്റ് ഈസ് വെരി സീരിയസ്. അതുകൊണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇല്ലാന്ന് വെച്ചാൽ പിന്നെ ഓർത്തോ നോക്കിയിട്ട് ഓർത്തോയിൽ വല്ല പ്രശ്നം, സ്ത്രീകൾക്ക് വലിയ തടിയില്ലാത്ത എനിക്ക് തോന്നുന്നു അത്ര വലിയ, അല്ലെങ്കിൽ അതുപോലത്തെ ഹെവി വെയിറ്റ്, അതാ പറഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 35 ഒക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ വലിയ അത്ലറ്റിക് ആയിട്ട് വലിയ ഹെവി വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കാതെ ഇരിക്കുക. അഥവാ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇരുന്നിട്ട് നടുവിന് വെയിറ്റ് കൊടുക്കാതെ ഇരുന്നിട്ട് ചെടിച്ചട്ടി ഇതൊക്കെ അറിയാതെ സ്ത്രീകൾ എടുത്തു പോവും, അത് അവർക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇരുന്നിട്ട് കാലിന്റെ വെയിറ്റിൽ അത് എടുത്തിട്ട് എണീക്കുക. ഒരിക്കലും ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാതെ ഇരിക്കാൻ നോക്കുക. സോ ദാറ്റ് ഈസ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ അത് ആണെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു വെയിറ്റ് വരുമ്പോൾ ആ ഒരു സ്ട്രെയിൻ വരുമ്പോൾ പെട്ടെന്ന് ഈ ഡിസ്ക് എന്ന് പറയുന്നത് ആ പുറവശത്തുള്ള ആ ഒരു സ്പൈനിന്റെ ബോൺസിനാണ്, അതിന്റെ അകത്തുള്ള ആ ഒരു ചെറിയൊരു സംഗതിയാണ്, അതങ്ങ് അകത്തോട്ട് സ്ലിപ്പ് ചെയ്തു. പിന്നെ അത് ഒരു 6 മാസമൊക്കെ കിടക്കേണ്ടിയൊക്കെ വരും. സോ നമ്മൾ അതിനെ കുറച്ചൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ആ ബോൺസ് ഒക്കെ ശ്രദ്ധിക്കുക. ബോൺസ് ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നേരത്തെ കാൽഷ്യംസ് ഒക്കെ നമുക്ക് ഡോക്ടർ പറയുമല്ലോ. സോ അതൊക്കെ നമുക്ക് നേരത്തെ അങ്ങ് തുടങ്ങുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതെല്ലാം ഞാൻ നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നോക്കിക്കോളും. പിന്നെ ഫുഡ് ഇന്നതാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ലേഡീസിന്. ഈ ഒരു 40 കഴിഞ്ഞാൽ പഴയ ഫുഡിന്റെ പണ്ട് നമ്മൾ പലതും കഴിച്ചിട്ട് സ്വീറ്റ്സ് ഒരുപാട് കഴിക്കുന്നുണ്ടാവും, ചോക്ലേറ്റ്സ് കഴിക്കുന്നവർ കാണും, ഐസ്ക്രീം ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇഷ്ടപ്പെടാം, ലിമിറ്റ് വെക്കും. ഇപ്പൊ ഒരാഴ്ചയില് എന്നും കഴിക്കണ ഒരു ഇത് കാണും. കോളേജസിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി എന്നും ചോക്ലേറ്റ്സ് ആൻഡ് ഐസ്ക്രീംസ് ഒക്കെ നമ്മൾ റൂട്ടീൻ, അതിനി പറ്റത്തില്ല. അത് വെച്ചാൽ ഒരു അബവ് 40 നമുക്ക് അതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കുറയും നാച്ചുറലി. എന്നാൽ പോലും ചിലർക്ക് പിന്നെയും അതൊരു റൂട്ടീൻ, ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഡയബറ്റിക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പൊ ഡയബറ്റിക്സിനുള്ള ഐസ്ക്രീം വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ആ മറ്റേ സ്വീറ്റ്നർ ഇട്ടിട്ടുള്ള ഐസ്ക്രീംസ്. അതിപ്പം ഫോറിനിലൊക്കെ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര ഫേമസ് അത്. അവർക്ക് ഡയബറ്റിക്സ് ഒരുപാടുള്ളതുകൊണ്ട്, ആക്ച്വലി ഇന്ത്യയിലാണ് ഡയബറ്റിക്സ് ഒരുപാടുള്ളത്. ഇറ്റ്സ് കോൾഡ് ആസ് ദി ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് ഇന്ത്യയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അമേരിക്കൻസ് ഇത് ഇംഗ്ലീഷ് പീപ്പിൾ അത് വളരെ ഐസ്ക്രീംസ് കഴിച്ചേ പറ്റും, അവർക്ക് എല്ലാ പാർട്ടീസിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഐസ്ക്രീം പുഡിങ്ങിലെല്ലാം യൂസ് ഡയബറ്റിക്സ്. അതൊക്കെ സ്വീറ്റ്നസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്ത സ്വീറ്റ്നസ് ഉണ്ട്. ഇപ്പൊ ചിലർക്ക് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ ഫാമിലി ഡയബറ്റിക്സ് ഉള്ളവര് പിന്നെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവര് ഒക്കെ സ്വീറ്റ്നസ് ഉപയോഗിക്കണം, തെറ്റൊന്നുമില്ല. വൺസ് ഇൻ എ വൈൽ ഓക്കെ, മേ ബി നോട്ട് ദ ഹോൾ ഡേ, ഒരു 1 or 2 കോഫി ഓർ ടീയുടെ കൂടെ ഒക്കെ ദേ കൻ യൂസ് സ്വീറ്റ്നർ. അപ്പൊ കുറച്ച് വണ്ണം കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഒരുപാട് കാലറിഫിക് ഡയറ്റിന്റെ ഈ മധുരം നമ്മൾ അറിയണില്ല, പഞ്ചസാര നമ്മൾ ഉപയോഗിക്കും തോറും കൂടുതൽ ഇപ്പൊ നമ്മള് ഒരു 3-4 സ്പൂൺ പഞ്ചസാര 1 പ്ലേറ്റ് ചോറിന്റെ ഗുണമായി. അപ്പം ഈ ഒരു ജിലേബിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു കാലറി കൂടി കഴിഞ്ഞു. അപ്പൊ കാലറി കുറവുള്ള ഒരു സംഗതി എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നമുക്ക് ഗുണം ചെയ്യുന്നതും കാലറി കുറവായിട്ടുള്ളതും. കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ 35 അത് സ്കിന്നിനെ ഗുണം ചെയ്യും. പപ്പായ, നമ്മൾ എല്ലാവരും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ ആലോചിക്കുന്ന ആപ്പിൾ, ഓറഞ്ച്, എന്ത് വിലയാവും, ഇതൊക്കെ ആയിരിക്കും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ. സോ അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിന്റെ പുറകെയുള്ള സാധനങ്ങൾ. ഈ പപ്പായ ഇല്ലാത്ത ഒരു വീടും കേരളത്തിനകത്ത് എനിക്ക് തോന്നുന്നില്ല. ഒരു 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു പപ്പായ വളരും. അതാരും പറയാതെ തന്നെ അത് നമുക്കത് തനിയെ വളരണോണ്ടായിരിക്കും അതിനോട് ഒരു വിലയില്ലാത്തൊരു സാധനം. ഇപ്പം പക്ഷെ ഈ എനിക്ക് ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഈ പപ്പായ ഫേഷ്യലിന് അങ്ങനെ എനിക്ക് തോന്നുന്നു, ഐ ഹവ് ഹേർഡ് ഇറ്റ്. സോ ഒത്തിരി പേര് വന്ന് പറഞ്ഞു. സോ അത് മാത്രം പോരാ, അത് ഉള്ളിൽ ഇന്റേണലി ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും സ്കിൻ ക്വാളിറ്റി ഇത് ചെയ്യാനും അതേപോലെ ആന്റി ഓക്സിഡൻസും ഒരുപാടുള്ള നമ്മളുടെ ഈ ബ്ലഡിലുള്ള ഈ മാലിന്യം മാറ്റാൻ പറ്റുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ്. നമ്മൾ ഈ മെനപ്പോസ് വരുന്നതിന് മുമ്പേ നമ്മൾ അതാണ് കൊടുക്കുന്നത്. ആർത്തവം നിൽക്കാനായിട്ട് സാധ്യതയുള്ള സ്ത്രീകൾക്ക് 30s അവസാനങ്ങളിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ 30s തന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ കഴിച്ചു തുടങ്ങണം. കാര്യം വെച്ചാൽ നമുക്ക് അത്രയും പൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ ബോഡി അത്രത്തോളം മാലിന്യങ്ങൾ നിറഞ്ഞതാണ്, മെറ്റബോളൈറ്റ്സും. സോ പണ്ടത്തെ പോലെ അല്ല.
അല്ല. നമ്മൾ ഫ്രഷ് എയർ ഇല്ല, നമുക്കൊരു നല്ല ഒരു വ്യായാമം ഇല്ല, ഒന്നുമില്ലല്ലോ, നല്ല ഫുഡില്ല. ഇപ്പൊ എല്ലാത്തിലും നമുക്ക് മാലിന്യമുണ്ട്. സോ ഇങ്ങനെയുള്ള സംഗതികൾ, പപ്പായ, പിന്നെ പേരയ്ക്ക, തക്കാളി, ഇതൊക്കെ റെഗുലർ ആയിട്ട്, സോയാബീൻസ് കിട്ടുമെങ്കിൽ ഏറ്റവും, ഇല്ലെങ്കിൽ നമ്മളെ വൻപയർ, ചെറുപയർ, ഇതൊക്കെ നമ്മൾ വളരെ മോശമായിട്ട് കാണുന്ന സംഗതികളൊക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ദിവ്യയാണ്. ദിവ്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ദിവ്യ ചോദിച്ചോളൂ. ദിവ്യ, ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ കൺസ്യൂമർ ടെസ്റ്റ് ഒക്കെ നടത്തി. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ടും ഒരു 14 ഡേയ്സ് ചെറുതായിട്ട് സ്പോട്ടിംഗ് പോലെ ബ്ലഡ് പോകുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു. ഏജ് എത്രയാ? ഏതാ ഏജ് എത്രയായി? ഏജ് 35 ഒക്കെ. ഒക്കെയാണ്. ശരി, കുഴപ്പമില്ല. ഒരു ഉദ്ദേശം പറഞ്ഞാൽ മതി. അതായത് ബ്ലീഡിങ്, പീരീഡ്സ് കഴിഞ്ഞിട്ടും ചെറുതായിട്ട് ബ്ലീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചെറുതായിട്ട് സ്പോട്ടിംഗ് പോലെ വരുന്നു. അപ്പോ ഡോക്ടറെ കണ്ടപ്പോ പാൻസ്മിയർ ടെസ്റ്റ് ഒക്കെ നടത്തി, അത് ബയോപ്സിക്ക് അയച്ചു. പക്ഷെ പ്രോബ്ലം ഒന്നുമില്ല. ഹോർമോൺസ് നോക്കിയോ? എന്തെങ്കിലും ഇനി സൈഡ് എഫക്ട്? ഹോർമോൺ നോക്കിയോ? ഹോർമോൺ ടെസ്റ്റ് ചെയ്തോ? ഹോർമോൺ ടെസ്റ്റ് ചെയ്തില്ല, മറ്റേ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു. തൈറോയിഡ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? വേറെ ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അത് അതുപോലെ ഉള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നോക്കുക. അതെല്ലാം യൂഷ്വലി ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കണം. അല്ല എല്ലാവർക്കും ചിലപ്പോൾ ഇതെല്ലാം പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, തൈറോയിഡ് മാത്രം പോരെ. തൈറോയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്പോട്ടിങ് ഡിഫിക്കൽറ്റി വരുമ്പോഴത്തേക്ക് വേറെ ചില കാര്യങ്ങളും കൂടി ഹോർമോൺസ് നോക്കാനുണ്ട്. നമുക്ക് സ്ത്രീകൾക്ക് ഒത്തിരി ഹോർമോൺസ് ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഒരു മാസക്കുള്ളിൽ നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നു പോകത്തുള്ളൂ. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് ഒരു ഡോക്ടറെ കണ്ട് യൂഷ്വൽ സ്ത്രീ ഹോർമോണുകളും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, യു വിൽ ബി ഫൈൻ. താങ്ക് യു ഫോർ കോളിംഗ്. അതുപോലെ ഡോക്ടർ, ഈ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ 40 ദിവസത്തിന് ശേഷം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതിനെതിരായിട്ടുള്ള മുൻകരുതലുകൾ പറഞ്ഞ പോലെ വെച്ചാൽ ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഗൈനക്കോളജിസ്റ്റ് തന്നെ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. മികച്ച മറ്റേ അല്ലാത്ത ഡോക്ടറെ അടുത്ത് കാണിക്കാൻ അവർക്ക് ഇതായിരിക്കും. സോ നമ്മൾ യൂഷ്വലി പറഞ്ഞു കൊടുക്കുന്നത് ആഫ്റ്റർ ഒരു 35 തന്നെ ഇപ്പം ഏർലി ഓൺസെറ്റ് ഉണ്ട്. സോ ഒരു 35 കഴിയുമ്പോൾ തന്നെ എല്ലാവരും സ്വയം അവരുടെ കൈയിന്റെ പാം ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പോർഷൻ ഇത് വെച്ച് ബ്രസ്റ്റിൽ ഒന്ന് കുളിക്കാൻ സമയത്ത് ബ്രസ്റ്റിൽ ഒന്ന് പതുക്കെ, അത് ഇങ്ങനെ പിടിച്ച് നോക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മുഴ പോലെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ ആക്സില കക്ഷങ്ങളുടെ ഇടയിലും അതേപോലെ നോക്കുക. എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്പേർട്ട് അഡ്വൈസ് നേടുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ പ്രശ്നമില്ലാത്ത മുഴകളാണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. എന്നാലും ഇന്നത്തെ ഒരു ഈ സെറ്റിംഗില് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബ്രസ്റ്റ് ക്യാൻസർ ഇത് കുറച്ചൊന്ന് ഹയർ ആണ്. എവിടെയൊക്കെ എഡ്യൂക്കേഷൻ കൂടുന്നു, കൊളസ്ട്രോൾ ഡയറ്റ് ഒക്കെ കൂടുന്നു, അവിടെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കൂടും. വെസ്റ്റേൺ കൺട്രീസിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്പർ 1 ഇരിക്കുന്നത്. സോ അപ്പം അത് കേരളത്തിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സിൽ നോക്കേണ്ട ഒരു സ്ഥിതിയാണ്. കാര്യം വെച്ചാൽ നമ്മുടെ എല്ലാം ഒരുപാട് എഡ്യൂക്കേഷനൊക്കെ ഹാസ് ഡൺ സോ മച്ച് ഗുഡ്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു, എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ് ഈ നാട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻ പാർ വിത്ത് ദ വെസ്റ്റേൺ എല്ലാ കാര്യത്തിലും. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും പുറകോട്ടാണ്, എസ്പെഷ്യലി സ്ത്രീകൾ. എനിക്ക് തോന്നുന്നു അവരുടെ ആരോഗ്യം. അപ്പൊ ഈ ബ്രസ്റ്റിന്റെ കാര്യം പക്ഷെ ഇപ്പൊ എല്ലാവരും അവെയർ ആണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഇങ്ങനെ വന്നു എന്നുള്ളത് അവർ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ സെലിബ്രിറ്റീസിനൊക്കെ വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആഞ്ചലിന ജോളിയുടെ എനിക്ക് തോന്നുന്നു ഇവിടെ റെഡ് ന്യൂസിൽ, അതായത് വരുമോ എന്നുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് 2 ബ്രസ്റ്റ് ഒരു മാസ്റ്റക്ടമി ചെയ്തിട്ട്, അത് വേറെ പ്രശ്നമൊന്നുമില്ല. റീകൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം വേറൊരു ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്തൊന്നും വലിയ കാര്യമില്ല. എന്നാൽ പോലും അത് ഒരു ഡയറിങ് ഒരു സംഗതിയാണ്. നമ്മളാരും ചെയ്യാൻ അതില്ല. പക്ഷെ കാര്യം അവർക്ക് അറിയാം അത്രത്തോളം ഓരോ ഫാമിലിയും, അതെല്ലാം ഫാമിലി വൈസ് ഉണ്ടെങ്കിൽ വളരെ വളരെ ചെറുപ്പത്തിലെ പെൺകുട്ടികൾ, അമ്മയുടെ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, യൂട്രൈൻ ക്യാൻസേഴ്സ്, ഓവറി ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ഇത് ഈ ഗർഭപാത്രത്തിന് ചുറ്റിപ്പറ്റിയുള്ള എന്ത് ക്യാൻസറും ബ്രസ്റ്റും, അമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്ത് ക്യാൻസർ ഉണ്ടായാലും, അത് കൂടുതലും ഈ സ്ത്രീ അവയവങ്ങളുടെ ക്യാൻസർ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും 25 വയസ്സ് മുതലേ ചെക്ക് ചെയ്ത് തുടങ്ങണം. മസ്റ്റ് ആണത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആ അവയർനെസ് വേണം. വെച്ചാൽ ദേ ആർ പ്രോൺ. പിന്നെ ഇപ്പോഴ് നമുക്ക് ഇപ്പം ഇവരെല്ലാം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, ജീൻ
ഡിറ്റക്ഷൻ, അതായത് നമുക്ക് ഈ ക്യാൻസർ ജീൻ അതൊക്കെ വളരെ ഹൈ ആയിട്ട്, പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. എല്ലാ മെയിൻ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, എല്ലാ മെയിൻ സിറ്റീസിലും അതുണ്ട്. ഇതുവരെ ചെറിയ സ്ഥലങ്ങളിലേക്ക് വരാൻ പറ്റത്തില്ല, കുറച്ച് വില കൂടിയ ഒരു ടെസ്റ്റ് ആണത്. അപ്പം ജീൻ ടെസ്റ്റിംഗ്, ആ ജീൻ ടെസ്റ്റിംഗിൽ നമുക്ക് ഈ ക്യാൻസർ ജീൻ ഉണ്ടോ നമ്മളെ ഫാമിലിയിലുള്ളവർക്ക് കാണില്ല. അപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബ്രസ്റ്റ്, ഈ 4 കാര്യങ്ങൾ, യൂട്രസ്, ഓവറി ആൻഡ് സെർവിക്സ്. അപ്പം ഈ ജീൻ ടെസ്റ്റിംഗ് കണ്ടുപിടിച്ചിട്ട് ഞാൻ പ്രോൺ ആണോ, അതായത് ഒരു 30% കൂടുതൽ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ. നമുക്ക് ആ ജീൻസ് ഉണ്ടെങ്കിൽ 30% മോർ റിസ്ക് ഉള്ള ജീൻ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നീ നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് വളരെ മോണിറ്റർ ചെയ്യണം. റെഗുലർ പ്രാക്ടീസ്, അതായത് ഒരു ഉണ്ടാക്കണം, ഡോക്ടറെ കാണുക, കൃത്യമായിട്ട് അത് ഇല്ല എന്നുള്ളത്. ചെറിയ തുടക്കത്തിലേ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖവും വലുതല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ പറ്റിപ്പോകുന്ന എന്താന്ന് വെച്ചാൽ എല്ലാരും അസുഖത്തിന് അങ്ങ് ഉപേക്ഷിക്കും, എല്ലാവർക്കും സ്വയം ഒരു ഡോക്ടർ ആണെന്നുള്ള ചിന്ത കുറെ ഈ എഡ്യൂക്കേഷൻ കൂടിയോണ്ടുണ്ട്. അവരിങ്ങോട്ട് പറയും ഇതൊക്കെയാണ് വേണ്ടത്. സോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കളയുക. ഓരോന്നിനും അവരവര് പഠിച്ച ഒരു സയൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 15 വർഷം പഠിക്കുന്ന വെച്ചാൽ അതൊരു ആവശ്യത്തിനാണ്. സോ അത് ഒരിക്കലും ഇപ്പൊ ഒരു എഞ്ചിനീയർക്ക് വന്നിട്ട് ദേ കാൻ ഡിക്റ്റേറ്റ് ഇറ്റ് ഓൺ എ ഡോക്ടർ, മനസ്സിലായി? അവരവരുടെ മാന്യത പാലിച്ച് എനിക്ക് തോന്നുന്നു അവരത് വന്നിട്ട് ഏത് ബാക്കിയുള്ള പ്രൊഫഷൻ, ഇപ്പൊ അവരുടെ പ്രൊഫഷനിൽ നമുക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ല, അല്ലേ? അവരിപ്പോ ഒരു സംഭവം ഒരു ടെക്നിക്കലി ഒരു കമ്പ്യൂട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ യു കാൺ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓ ഇതാണ് ശരിയല്ലേ എന്ന് നമ്മൾ അല്ലെങ്കിൽ എക്സ്പേർട്ട് അഡ്വൈസ് ചോദിക്കും, ഇതാണോ ശരി. നമുക്ക് അതിലൊരു പരിമിതി ഉണ്ട്, നമ്മൾ എത്ര വലുതാണെന്ന് പറഞ്ഞാലും. അതൊരു 5-6-8 വർഷം പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവണം. ഇത് അങ്ങനെയല്ല, ഞങ്ങളൊരു 10-15 വർഷം പഠിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. സോ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് കരുതണം. സോ ഒരു ഡോക്ടറെ അടുത്ത് ചോദിക്കണോ അവരെന്ത് പറയാനാ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു പറയണത് നമുക്കറിയാത്തൊരു സയൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതുപോലെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മാസികകൾ വായിക്കാതെ, എനിക്ക് തോന്നുന്നു ഈ മാസികകളിലെല്ലാം, ആരോഗ്യ മാസികകളിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ അവർ നല്ലതാണ്, അവയർനെസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് അവർക്ക് എല്ലാം പറയുമ്പോൾ എല്ലാം പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ചെറിയ ഒരു സംഗതി, ഇപ്പൊ ഫൈബ്രോയിഡ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈസി ആയിട്ട് ഏതൊരു മുഴയാണ് മാറ്റാം, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ആ ഫൈബ്രോയിഡിന് 10% ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഇവർ എഴുതുമ്പോ ഇതെല്ലാം എഴുതും. അപ്പൊ ഇത് ഒന്നീ ആളുകളെ വളരെ പേടിപ്പെടുത്തും, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയിൽ എത്തിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് അതിൽ മാത്രം വിശ്വസിക്കാതെ, ചിലരുണ്ട് ഞാൻ ആരോഗ്യ മാസിക വായിച്ചല്ലോ അത് വെച്ചിട്ട് അതിൽ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഒരിക്കലും പാടില്ല. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് വേറെയാണ്, അവര് ജനറൽ ആയിട്ടാണ് ഈ എഴുതുന്നത്, കൺസൾട്ട് ചെയ്യാം. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പറ്റില്ല. ഓരോ ബോഡി, ഓരോരുത്തരുടെ ദേഹവും വ്യത്യസ്തമാണ്, അത് പെരുമാറുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. സോ ഫീമെയിൽസിന് പ്രത്യേകിച്ചും എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫീമെയിൽ അണ്ടർഗോ ചെയ്യുന്നത്. ആദ്യം ആർത്തവം, അതായത് ഈ ആദ്യ ഹോർമോൺസ് ഉണ്ടായി തുടങ്ങുന്നത്, പിന്നെ ഈ മാസക്കുളി, അതായത് പീരിയഡ്സ് റെഗുലർ ആയിട്ട് വരണം, പിന്നെ അതിനെല്ലാം ഒരു 10-12 ഹോർമോൺസ് ഉണ്ട്, അതെല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം, എന്നാൽ ഇത് മാസം കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭം ധരിക്കുള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിലും ഗർഭം ധരിച്ചാൽ ഇത് പോകാണ്ടിരിക്കാൻ വേറെ ഹോർമോണുകൾ വരണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രസവം കഴിയുമ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ ടോട്ടൽ അവസ്ഥ അങ്ങ് മാറും, ന്യൂട്രീഷനും എല്ലാം. പിന്നെ പാല് കൊടുക്കുന്ന അമ്മയാകുമ്പോഴത്തേക്കും ലാക്ടേഷൻ, ഒരുപാട് ആ കുട്ടിയുടെ ഇതിലേക്ക് അങ്ങ് അതിന്റെ ഇതങ്ങ് പോകും, സത്തുകളൊക്കെ പോകും. സോ അവരുടെ എല്ലാ ആരോഗ്യവും കുറയാണ്. സോ അതിന് ഏറ്റ രീതിയിൽ അവര് അതിനെല്ലാം റീപ്ലനിഷ് ചെയ്യുക, അതായത് അവരതിനെ തിരിച്ച് ദേഹത്തേക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അവരൊരു ആരോഗ്യവതിയായിട്ട് 2 ചൈൽഡ് ബർത്ത്, ഇപ്പൊ മാക്സിമം 2 ഉള്ളൂ, അതല്ല കൂടുതലാണെങ്കിലും അത് കഴിഞ്ഞാലും ആരോഗ്യവതിയായിട്ട് ഇരിക്കാൻ പറ്റണമെങ്കിൽ അതുപോലെ അവരുടെ എല്ലാ ദിനചര്യകളും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. അത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഈ ആർത്തവ വിരാമ പ്രശ്നങ്ങൾ. ഓക്കെ, സോ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാല് സ്ത്രീ ജന്മം ഭയങ്കരമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ, ബട്ട് ഇതെല്ലാം ടേക്ക് ഇറ്റ് ഇൻ യുവർ സ്ട്രൈഡ് എന്ന് വെച്ചാൽ ടേക്ക് ഇറ്റ് ആസ് ഈസി ആസ് ദാറ്റ്. കാര്യം വെച്ചാൽ എപ്പോഴും നമ്മളുടെ ഒരു നമ്മൾ ശരിക്കുള്ള ചിട്ടയിലാണ് പോകുന്നത്, എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മതി. പിന്നെ അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും ചെയ്തു പോയാൽ പക്കാവായിരിക്കും. ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമയം കഴിയാറായിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് 40s എന്ന്. എല്ലാവരും ഡോക്ടർ പറഞ്ഞതുപോലെ അവനവന്റെ ആരോഗ്യ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ഇത്രയും സമയം നമുക്ക് വേണ്ടി ഇത്രയും പറഞ്ഞു തന്നതിന് ഡോക്ടർക്ക് നന്ദി. ഇനി അടുത്ത ആഴ്ച പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. നമസ്കാരം.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം. Punarjani Super Speciality Hospital, Pevukada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം.